നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷകളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ഉപമകളാണ്. ഏതാണ്ട് 50-നടുത്ത് വരുന്ന ഉപമകൾ 6 പ്രധാനപ്പെട്ട വിഭാഗങ്ങളായി തരംതിരിച്ചുകൊണ്ട് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് 4 സുവിശേഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. സമവീക്ഷണ സുവിശേഷങ്ങൾ അഥവാ ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ ഒരു കഥാരൂപേണയാണ് യേശുക്രിസ്തു കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെങ്കിൽ യോഹന്നാൻ സുവിശേഷത്തിൽ, ദൈവശാസ്ത്ര സുവിശേഷം എന്നറിയപ്പെടുന്ന യോഹന്നാൻ സുവിശേഷത്തിൽ പാരബോളെ അഥവാ ഉപമാനങ്ങളാണ് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയുന്നത്. ഇങ്ങനെ 4 സുവിശേഷങ്ങളിലായിട്ട് 50ഓളം വരുന്ന ഉപമകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതിന് അന്നത്തെ ലോകത്തിൽ ഉണ്ടായിരുന്ന ഏതാനും ചില മെറ്റഫർ ഉപയോഗിച്ചുകൊണ്ട് യേശുക്രിസ്തു സാധാരണക്കാർക്ക് മനസ്സിലാകേണ്ടതിന് സംസാരിച്ചിരിക്കുന്നതിനെയാണ് ഉപമകൾ എന്ന് വിളിച്ചിരിക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു ഉപമ മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ദൈവരാജ്യം സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 7 ഉപമകൾ നമുക്ക് ആ 13-ാമത്തെ അധ്യായത്തിൽ കാണാനായിട്ട് കഴിയും. ഈ 7 ഉപമകളിലും വളരെ പ്രാധാന്യത്തോടുകൂടി യേശു സംസാരിച്ചിരിക്കുന്ന ഒരെണ്ണം വിത്ത് വിതയ്ക്കാൻ പോയ ഒരു വിതക്കാരൻ്റെ ഉപമയാണ്. അതിൽ ചിലത് വഴിയരികെ വീണതായിട്ടും മറ്റു ചിലത് പാറപ്പുറത്ത് വീണതായിട്ടും മറ്റു ചിലത് മുള്ളിനിടയിൽ വീണെന്നും ഏറ്റവും ഒടുവിൽ നല്ല നിലത്ത് വീണ 4ാമത്തെ ഒരു വിഭാഗം വിത്തുകളെക്കുറിച്ചും യേശുക്രിസ്തു സംസാരിക്കുകയാണ്. 4 പ്രധാനപ്പെട്ട ഇടങ്ങളിൽ വിത്ത് വിതയ്ക്കപ്പെടുന്നുണ്ടെങ്കിലും മുളച്ചു വരാൻ സാധ്യതയുള്ള 2 പ്രധാനപ്പെട്ട ഇടങ്ങളെ യേശുക്രിസ്തു ഇവിടെ വിശദീകരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആദ്യത്തെ 2 ഇടങ്ങൾ മുളച്ചു വരാൻ സാധ്യതയില്ലാത്ത 2 ഇടങ്ങളാണ്. ഒന്നാമത്തേത് വഴിയരികിൽ വീണതും രണ്ടാമത്തേത് പാറപ്പുറത്ത് വീണതും. പാറപ്പുറത്ത് വീണതും ഒരല്പം മണ്ണിൻ്റെ ബലമുള്ളത് കൊണ്ട് ആഴത്തിൽ വേരുകൾക്ക് പോകാൻ കഴിയാത്തത് കൊണ്ട് അത് അധികം നേരം നിലനിന്നില്ല എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. എന്നാൽ രണ്ടാമത്തെ 2 ഇടങ്ങൾ, പ്രധാനപ്പെട്ട 2 ഇടങ്ങൾ മുളച്ച് ഫലം കായ്ക്കാൻ സാധ്യതയുള്ള 2 ഇടങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് മുള്ളിനിടയിൽ വീണതാണ്, മറ്റൊന്ന് നല്ല നിലത്ത് വീണതാണ്. ഞാൻ ആ 2ാമത്തെ ഭാഗത്തിലെ മുള്ളിനിടയിൽ വീണ വിത്തുകളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഇവിടെ യേശുക്രിസ്തു പറയുന്നത് 22-ാമത്തെ വാക്യം 13-ാമത്തെ അധ്യായത്തിൽ അതിന് ഒരു വിശദീകരണം യേശുക്രിസ്തു കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും നിമിത്തം ആ വിത്തുകൾ ഞെരുങ്ങിപ്പോയി, അഥവാ മുളച്ചു വന്ന ആ സസ്യം ഞെരുങ്ങിപ്പോയെന്നാണ് യേശുക്രിസ്തു അവിടെ വിശദീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ മുള്ളിനിടയിൽ വീണ വിത്തുകൾക്ക് വളരാൻ വളരെ സാധ്യത അതിനകത്തുണ്ട്. മുള്ളിന് വളരാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല ഫലം കായ്ക്കുന്ന ഈ വിത്തുകൾക്കും വളരാൻ കഴിയുമെന്നുള്ളതാണ് ആ ചിന്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വാസ്തവത്തിൽ നമ്മുടെ ഇടയിലും വളർന്നു വരാൻ സാധ്യതയുള്ള ഒരുപാട് വ്യക്തികളെ നമുക്ക് സമൂഹത്തിൽ കാണാനായിട്ട് കഴിയും. അവരുടെ കരിയറിൽ, അവരുടെ ശുശ്രൂഷകളിൽ, ദൈവം അവർക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ഔദ്യോഗിക മേഖലകളിൽ എവിടെയായിരുന്നാലും വാസ്തവത്തിൽ അവർക്ക് വളർന്നു വരാൻ കഴിയുന്ന എല്ലാവിധമായിരിക്കുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ മണ്ണിൻ്റെ ഗുണം അവർക്ക് ലഭ്യമാണ്. പക്ഷെങ്കിൽ ഏതോ ചില ഘടകങ്ങൾ അവരെ ഞെരുക്കി കളയുന്നതായിട്ടും നമുക്ക് ഇന്നത്തെ സമൂഹത്തിൽ ചില പ്രിയപ്പെട്ടവരുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനായിട്ട് കഴിയും. പ്രധാനപ്പെട്ട 6 ഇടങ്ങൾ അല്ലെങ്കിൽ മുള്ളുകൾ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മെ ഞെരുക്കുന്ന 6 പ്രധാനപ്പെട്ട മേഖലകൾ. അതൊന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ ചിന്തകളെ അവസാനിപ്പിക്കുവാനാണ് ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുന്നത്. നാം വളർന്നു വരുന്ന സാഹചര്യവും പശ്ചാത്തലവും നിശ്ചയമായിട്ടും നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയ ഘടകമാണ്. നല്ല നിലത്ത് വീണ വിത്ത് 100 മേനി ഫലം കായ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അത് വളർന്നു വന്ന പശ്ചാത്തലം അല്ലെങ്കിൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ആ വിത്തിന് അല്ലെങ്കിൽ ആ കളത്തിനുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മുള്ളിനിടയിൽ വീണ വിത്തുകൾക്ക് വാസ്തവത്തിൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വളർച്ചയെ കാര്യമായി സ്വാധീനിക്കുവാനും ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരുടെ, നമ്മുടെയൊക്കെ ചുറ്റുവട്ടങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലർ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറുകയും നല്ല അനുഭവങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നതിന് ഒരു പ്രത്യേക ഘടകം അവരുടെ ജീവിതത്തിനകത്തുണ്ട്. മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ, അവർ വളർന്നു വരുന്ന പശ്ചാത്തലമൊക്കെ ഏറെക്കുറെ അവരുടെ വളർച്ചകളെ കാര്യമായി സ്വാധീനിക്കുകയും നന്നായി അതിനെ വളരാൻ സഹായിക്കുകയും ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്നാൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ അവർ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, വ്യത്യസ്തമായിരിക്കുന്ന പശ്ചാത്തലങ്ങൾ മുള്ളുകൾക്കിടയിൽ വീണ വിത്തുകൾ പോലെ ഞെരുങ്ങിപ്പോകുന്നതിനും കാരണമായി തീരുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എൻ്റെ കണ്ടെത്തലുകളിൽ, എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ ധ്യാനത്തിൽ ഈ വചനവുമായി ബന്ധപ്പെട്ട്
ഏതാണ്ട് ഒരു 5-6 കാര്യങ്ങൾ എനിക്ക് പരിശോധിക്കാൻ, ദൈവവചനത്തിൽ നിന്ന് പരിശോധിക്കാൻ പരിശുദ്ധാത്മാവിനെ സഹായിച്ചു. ഒരു വ്യക്തിയെ കാര്യമായി സ്വാധീനിക്കുന്നത് ഏറ്റവും ആദ്യത്തെ ഘടകമെന്ന് പറയുന്നത് അവൻ്റെ കുടുംബമാണ്. അവൻ്റെ കുടുംബം മെച്ചപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൻ കടന്നു പോകുന്ന ഏറെക്കുറെ മേഖലകളിൽ അവന് വിജയം കൈവരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. എന്നാൽ തകർന്ന കുടുംബങ്ങൾക്കകത്ത് നിന്ന് ഉയർന്നു വരുന്ന വ്യക്തികൾ വളരെ അപൂർവമാണ്. ആ പ്രതിസന്ധികളെ അതിജീവിക്കാൻ ഒരു വ്യക്തിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മുള്ളുകൾക്ക് മുകളിൽ വളരാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറെക്കുറെ ഇങ്ങനെ ബ്രോക്കൺ ഫാമിലീസ്, തകർന്ന കുടുംബങ്ങൾക്കകത്തുള്ള ഒരുപാട് വ്യക്തികളെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. വാസ്തവത്തിൽ അവരുടെ വളർച്ചയെ തടയുന്ന അതിപ്രധാനപ്പെട്ട ഒരു മുള്ളാണത്. ആ മുള്ളുകൾ വാസ്തവത്തിൽ ആ മനുഷ്യനെ ഞെരിക്കുകയാണ്, ആ വ്യക്തിയെ ഞെരിക്കുകയാണ് എന്നാണ് എൻ്റെ ഒരു കണ്ടെത്തൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു ബോധ്യപ്പെടൽ അതാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ അത്തരത്തിൽ തകർന്ന കുടുംബം, ഒരു വളർന്നു വന്ന പശ്ചാത്തലം, നമ്മുടെ കുട്ടിക്കാലമൊക്കെ ഒരു തകർന്ന കുടുംബത്തിനകത്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ വളർച്ചയെ കാര്യമായി ബാധിക്കാൻ ഒരു സാധ്യതയുണ്ട്. എന്നാൽ അതിൻ്റെ മീതെ ജയിക്കാൻ ഒരു ദൈവിക കൃപ ഇന്ന് ഈ ദൈവവചനത്താൽ നിങ്ങൾക്ക് ലഭ്യമാകട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. മാനസികമായി മനുഷ്യർ ഏൽക്കുന്ന മുറിവുകൾ വാസ്തവത്തിൽ അവൻ്റെ വളർച്ചയെ തടയുന്ന രണ്ടാമത്തെ ഒരു ഘട്ടമായിട്ട് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലം വളരെയധികം തകർച്ചകളിലൂടെ കടന്നുപോയിരുന്നവർ, മെൻ്റൽ ആഗണീസിലൂടെ പോയിട്ടുള്ളവർ തീർച്ചയായിട്ടും അവരുടെ വളർച്ചയിൽ ഈ കാര്യം മിക്കവാറും സമയങ്ങളിൽ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുമെന്നുള്ളതാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ജനിച്ച ചിലർ ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അത്തരത്തിൽ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി സമൂഹത്തിൽ പെട്ടെന്ന് ഉയർന്നു വരാനോ ശുശ്രൂഷകളിൽ പെട്ടെന്ന് ബലപ്പെട്ടു വരാനോ ഒക്കെയുള്ള സാധ്യതകൾ അവൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ട്, മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്തരത്തിൽ ആരെങ്കിലുമാണ് ഇന്ന് ദൈവവചനം കേൾക്കുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടു കൂടെ പറയുന്നു, അതിനെ അതിജീവിക്കാൻ, അതിൻ്റെ മുകളിൽ വളരാൻ ഒരു ദൈവിക കൃപ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. വേദപുസ്തകത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന, വേദപുസ്തകത്തിൽ നമ്മുടെ വായനകൾക്ക് തീപിടിപ്പിക്കുന്ന, നമ്മുടെ ചിന്തകൾക്ക് ആവേശമുണർത്തുന്ന പല വ്യക്തികളും ഇത്തരത്തിൽ മെൻ്റൽ ആഗണീസിലൂടെ പോയിട്ടുള്ളവരാണ്. മാനസിക ദുഃഖങ്ങളിലൂടെ, പിരിമുറുക്കങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ഒറ്റപ്പെടലുകളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. ഏകാന്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ളവരാണ്. അവരെയൊക്കെ ദൈവത്തിന് വളർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ദൈവവചനത്താൽ ഞാൻ വളരെ സ്നേഹത്തോടു കൂടെ നിങ്ങളോട് പറയുന്നു, നിങ്ങളെയും വളർത്താൻ കർത്താവിന് കഴിയുമെന്നുള്ളതാണ്. ആ മാനസിക തകർച്ചകൾ, ആ വളർന്നു വരുന്ന വിത്തുകളെ, അല്ലെങ്കിൽ ആ മുളച്ചു വരുന്ന സസ്യത്തെ ഞെരുക്കി കളയുന്ന രണ്ടാമത്തെ തരത്തിലുള്ള മുള്ളുകളാണ്. അവയ്ക്ക് മീതെ വളരാൻ ഒരു ദൈവിക കൃപ നമുക്ക് ആവശ്യമാണ്. അവയ്ക്ക് മീതെ വളരാൻ ഒരു ദൈവിക അഭിഷേകം നമുക്ക് ആവശ്യമാണ്. ഇന്ന് ഈ ദൈവവചനത്താൽ നമുക്കത് ലഭ്യമാകും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. നമ്മൾ പാർക്കുന്ന സമൂഹം നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ വളർന്നു വരുന്ന സൊസൈറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലയിടങ്ങളിലൊക്കെ ഈ പ്രകൃതിയിൽ ദുരന്തങ്ങൾ സംഭവിക്കുന്ന, ഭൂകമ്പത്തിന് സാധ്യതയുള്ള, മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ചില സർട്ടൺ പ്രദേശങ്ങൾ നിങ്ങൾക്ക് പലയിടങ്ങളിലും കാണാനായിട്ട് കഴിയും. ആ പ്രദേശത്തിൽ താമസിക്കുന്നവർ വളരെ ജാഗ്രതയോടുകൂടെയാണ് താമസിക്കുന്നത്. മിക്കവാറും അവിടെ നിന്ന് ആൾക്കാർ പലായനം ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് എന്നുള്ളതാണ് ജിയോഗ്രഫിക്കലി നമുക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് പലയിടങ്ങളിലും മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ വസ്തുത. ഒരു മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഇടങ്ങളിൽ ആൾക്കാർ പൊതുവെ താമസിക്കുന്നത് വളരെ കുറവാണ്. ഭൂകമ്പങ്ങൾ നടക്കാൻ സാധ്യതയുള്ള, ഭൂചലനങ്ങൾക്ക് സാധ്യതയുള്ള ഭൂപ്രദേശങ്ങളിൽ മനുഷ്യർ താമസിക്കുന്നത് വളരെ വിരളമായിട്ടാണ്, വളരെ കുറവായിട്ട്. അങ്ങനെ ഒരു ബോധ്യം അവർക്കുണ്ടായി കഴിഞ്ഞാൽ അവർ അവിടങ്ങളിൽ നിന്ന് മാറി താമസിക്കുന്നത് സ്വാഭാവികമായിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ തന്നെ ഈ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ നടക്കുന്ന, വോൾക്കാനോസ് ഇരിക്കുന്ന ഇടങ്ങൾ മനുഷ്യൻ അതിജീവിക്കാൻ, അല്ലെങ്കിൽ മനുഷ്യൻ അധിവസിക്കാൻ യോഗ്യമായ ഒരിടമല്ല. അവിടെ നിന്ന് ആൾക്കാർ മാറി താമസിക്കാറുണ്ട്. എന്നതുപോലെ നമ്മൾ വളർന്നു വരുന്ന സൊസൈറ്റി വളരെയധികം നമ്മളെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങളുടെ വളർച്ചയെ അത് സ്വാധീനിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറിപ്പാർക്കുന്നതിനകത്ത് തെറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം പലയിടങ്ങളിലും ദൈവം തന്നെ മനുഷ്യരോട് അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് അബ്രഹാമിനോട് പറയുകയാണ്, നീ പാർക്കുന്ന നിന്റെ ദേശം വിട്ട് മറ്റൊരു ഇടത്തേക്ക് നീ പോകണം എന്ന് അബ്രഹാമിനോട് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. കാര്യം അവൻ്റെ വളർച്ചയെ അത് കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട മുള്ളുകൾ എന്ന് പറയുന്നത് അൺസിവിലൈസ്ഡ് സൊസൈറ്റീസ് ആണ്. അഥവാ നമ്മുടെ വളർച്ചയെ കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുള്ള, അത്ര കണ്ട് മെച്ചപ്പെട്ട സമൂഹം, മെച്ചപ്പെട്ടതല്ലാത്ത സമൂഹം തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന, നമ്മളെ ഞെരുക്കി കളയുന്ന മറ്റൊരു മുള്ളാണ് എന്നുള്ള കാര്യം എത്ര പേർ ഇന്ന് ഈ ദൈവവചനത്താൽ തിരിച്ചറിയും? നമ്മുടെ ചങ്ങാതിമാർ വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന നാലാമത്തെ ഒരു ഘടകമാണ്. മുള്ളുകൾക്ക് മീതെ വളരാൻ
പലർക്കും ആഗ്രഹമുണ്ടെങ്കിലും ആ മുള്ളുകൾ സ്വാഭാവികമായിട്ടും ഞെരുക്കുന്ന അനുഭവങ്ങളിലൂടെ ഒരുപാട് ആൾക്കാർ പോകുന്നത് എൻ്റെ ഈ ചെറിയ ശുശ്രൂഷയുടെ ഇടവേളകളിൽ കാണാൻ പരിശുദ്ധാത്മാവ് എന്നെ സഹായിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ അസോസിയേഷൻസ് ആണ്. നമ്മുടെ ആരുടെ കൂടെ നിൽക്കുന്നു, നമ്മൾ ഏത് സ്നേഹിതനുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വളർച്ചയെ കാര്യമായി സ്വാധീനിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ 3.5 കൊല്ലം സഞ്ചരിച്ചവരാണ് അവിടുത്തെ അടിമ ശിഷ്യന്മാരായിരിക്കുന്ന 12 പേർ. യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് 40 ദിവസങ്ങൾ 50ാമത്തെ ദിവസമായപ്പോഴത്തേക്കും അവരിലുള്ള ആൾക്കാർ എഴുന്നേറ്റ് അത്ഭുതങ്ങൾ ചെയ്യുന്നതും യേശുക്രിസ്തു പ്രസംഗിച്ചതുപോലെ ഗൗരവമായി പ്രസംഗിക്കുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. പഠിപ്പില്ലാത്തവരും പാവപ്പെട്ടവരും സാധാരണക്കാരുമായ മനുഷ്യരാണ്. മുക്കുവരും മരപ്പണിക്കാരുമായിരിക്കുന്ന ആൾക്കാരായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഭൂരിഭാഗം പേർ. 80-90% പേരും അങ്ങനെയുള്ള ആൾക്കാരായിരുന്നു. അത്തരത്തിലുള്ള ആൾക്കാർ യേശുക്രിസ്തു ചെയ്തതുപോലെയുള്ള അത്ഭുതങ്ങൾ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം 50ാമത്തെ നാൾ മുതൽ അവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ അസോസിയേഷൻ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. അവർ കൂടെ ഉണ്ടായിരുന്നത് യേശുക്രിസ്തുവിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന സ്വഭാവവും യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ശൈലിയും യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്ന പ്രസംഗ രീതിയും യേശുക്രിസ്തു ചെയ്തു പോകുന്നിരുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യാൻ അവരെ പ്രാപ്തമാക്കിയത് അവരുടെ അസോസിയേഷനാണ്. ഇന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് വളർന്നു വരാനുള്ള നല്ല പൊട്ടൻഷ്യലുണ്ട്, നല്ല സാധ്യതയുണ്ട്. എങ്ങനെയെങ്കിൽ എന്ന് മാത്രം ഒന്ന് പറഞ്ഞോട്ടെ, അത് നാം ആരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ചങ്ങാതിമാരാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ശുശ്രൂഷയുടെ സർക്കിൾ എന്താകുന്നു എന്നുള്ളതാണ്. ആരുടെ കൂടിയാണ് നമ്മുടെ ശുശ്രൂഷകൾ ചെയ്തു പോരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശുശ്രൂഷകൾക്ക് ഏത് തരത്തിലുള്ള ശുശ്രൂഷ നമുക്കുണ്ടാകണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ടോ അതിന് തക്കതായ അസോസിയേഷൻസ് അതെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മുള്ളുകൾക്ക് നമ്മെ ഞെരുക്കി കളയാതെ വണ്ണം വളർന്നു വരാൻ കഴിയുമെന്നുള്ളത് ഇന്ന് ഈ ദൈവവചനത്താൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു വസ്തുതയാണ്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് സ്നേഹത്തോടുകൂടെ പറയുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ഹൈറ്റ്സിൽ എത്തിച്ചേരേണ്ടതിന് നിങ്ങളുടെ അസോസിയേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ ഏത് കരിയറിൽ ഏത് പ്രൊഫഷനിൽ നിങ്ങൾ ഉയരണമെന്ന് ആഗ്രഹിക്കുന്നു അതിനോട് സമാനമായിരിക്കുന്ന ആൾക്കാരുമായിട്ട് ഒരു ചങ്ങാത്തം പുലർത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാനായിട്ട് കഴിയും. മെച്ചപ്പെട്ട സൗഹൃദങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്ന വലിയൊരു ഘടകമാണ്. അതുകൊണ്ട് അസോസിയേഷൻസ് 4ാമത്തെ പ്രധാനപ്പെട്ട ഞെരിച്ചു കളയുന്ന മുള്ളുകൾക്ക് തുല്യമായ ഒന്നായിട്ട് എൻ്റെ വായനയിലും ചിന്തയിലും എനിക്ക് തോന്നുന്നു. 5ാമത്തെ പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് മുള്ളുകൾ അത് എന്താകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോച്ചിൻ്റെ അഭാവം തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന മറ്റൊരു ഘടകമാണ്. നമ്മുടെ ജീവിതത്തെ ഗൈഡ് ചെയ്യാൻ ഒരു മെൻറ്റർ ഇല്ലാത്തിടത്തോളം, ഒരു കോച്ച് ഇല്ലാത്തിടത്തോളം തീർച്ചയായിട്ടും അത് വളർന്നു വരുന്ന ആ ഒരു ഘട്ടത്തെ വളരെയധികം സ്വാധീനിക്കാൻ ഒരു സാധ്യതയുണ്ട്. വളരെ നല്ല ആൾക്കാർ സമൂഹത്തിൻ്റെ ഉന്നത അനുഭവങ്ങളിലും ശുശ്രൂഷകളുടെ മികച്ച ഇടങ്ങളിലും എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരുപാട് ആൾക്കാർ ഇന്നിൻ്റെ സമൂഹത്തിലുണ്ട്. പക്ഷേ എന്തുകൊണ്ട് അവർക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കോച്ചിൻ്റെ അഭാവം, ഒരു മെൻറ്ററിൻ്റെ അഭാവം മിക്കവാറും ആൾക്കാരുടെ ജീവിതത്തിൽ കാണാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. ജീവിതത്തിൽ സക്സസ് ആയ, ശുശ്രൂഷകളിൽ സക്സസ് ആയ ചില വ്യക്തികളുടെ മെൻറ്ററിങ് അത് തീർച്ചയായിട്ടും നമ്മുടെ വളർച്ചയെ സഹായിക്കുന്ന ഒന്നാകുന്നു. നമ്മളെ ഉപദേശിക്കുന്ന ആൾക്കാർ ആരാണ് എന്നുള്ളത് നമ്മുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ്. ജീവിതത്തിൽ ഒരിടത്തും എത്താതെ ഒരു ലക്ഷ്യബോധമില്ലാത്ത ആൾക്കാരാണ് നമ്മളെ ഉപദേശിക്കുന്നതെങ്കിൽ നമ്മളും അങ്ങനെ ആയിത്തീരാൻ ഒരു സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എന്നാൽ ജീവിതത്തിലോ ശുശ്രൂഷയിലോ എവിടെയെങ്കിലും എത്തിയ ആൾക്കാരാണ് നമ്മുടെ മെൻറ്റേഴ്സ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 100% നമ്മളും അവരെ പോലെ ഉയർന്നു വരുമെന്നുള്ളതാണ്. ഒരു കോച്ച് നമുക്കുണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു അഭാവം വാസ്തവത്തിൽ ഒരു മുള്ളാണ്. അത് വളർന്നു വരുമ്പോൾ നമ്മളെ ഞെരിച്ചു കളയുന്ന ഒരു വലിയൊരു ഘടകമാണ്. മിക്കവാറും നമ്മുടെ പല ഉപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത്, അഥവാ നമ്മളെ ഉപദേശിക്കുന്ന, നമുക്ക് മെന്റർഷിപ്പ് തരുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരു ഇടത്തും എത്താത്ത ആൾക്കാരാണ്. ജീവിത വിജയം കൈവരിച്ചിട്ടില്ലാത്തവരാണ്. ജീവിതത്തെക്കുറിച്ച് നല്ല ബോധ്യങ്ങളില്ലാത്തവരാണ്. തികഞ്ഞ ദൈവാശ്രയമില്ലാത്തവരാണ് പലരും. എന്നാൽ അതിൽ നിന്ന് മാറി ഒരു മികച്ച വ്യക്തി നമ്മുടെ കൂടെ മെന്റർഷിപ്പിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എത്തിച്ചേരേണ്ടുന്ന ഇടങ്ങളിൽ, ഏറ്റവും മികച്ച ഇടങ്ങളിൽ നമ്മൾ എത്തിച്ചേരുമെന്നുള്ളത് സംശയരഹിതമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. സോ വളർന്നു വരുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്ന ഒടുവിലത്തെ ഒരു മുള്ളെന്ന് പറയുന്നത് ഒരു കോച്ചിൻ്റെ അഭാവമാണ്. അതുകൊണ്ട് മെച്ചപ്പെട്ട ഒരു മെന്റർഷിപ്പിലേക്ക് മാറാൻ ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. എൻ്റെ വളർച്ചയിൽ എന്നെ തടസ്സം ചെയ്യുന്ന ഏറ്റവും ഒടുവിലത്തെ മുള്ളുകളിൽ ഒരെണ്ണമെന്ന് പറയുന്നത് നിഷേധിക്കപ്പെടുന്ന അവസരങ്ങളാണ്, അഥവാ പരിഗണിക്കാതിരിക്കുക എന്നുള്ളതാണ്.
ചിലർ നമ്മളെ അംഗീകരിക്കാതിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് ദുഃഖം വരാറുണ്ട്. നമ്മൾ പിന്നെ ആ വഴിക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. വളരെ പ്രശസ്തനായിരിക്കുന്ന ഒരു ഗായകൻ, അദ്ദേഹം ഇന്നിൻ്റെ ലോകത്തിൽ ക്രൈസ്തവ കൈരളിയിൽ വളരെ പ്രഗത്ഭനായിരിക്കുന്ന ഒരു ദൈവദാസനാണ്, ഒരു നല്ല ഗായകനാണ്. അദ്ദേഹം ഒരു അവസരത്തിന് വേണ്ടിയിട്ട് തണുത്ത ബെഞ്ചിൽ, പാർക്കിലെ ഒരു ബെഞ്ചിൽ കിടന്ന് ഉറങ്ങിയ ഒരു കഥ എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ചിലയിടങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ നമ്മളെ പറഞ്ഞു വിടാറുണ്ട്. പക്ഷേ ഇന്ന് ആ പാർക്കിൽ കിടന്നുറങ്ങിയ ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന നൂറ് കണക്കിന് ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട് എന്നുള്ളത് സന്തോഷകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. ചിലയിടങ്ങളിൽ നമ്മളെ നിഷേധിക്കുകയാണ്, ചിലയിടങ്ങളിൽ നമ്മളെ പുറത്താക്കുകയാണ്, നമ്മളെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഒരു മുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത്തരത്തിൽ അവഗണിക്കപ്പെടുമ്പോൾ ആൾക്കാർ അവരുടെ കഴിവുകളും സാധ്യതകളും എന്താണെന്ന് അറിയാമെങ്കിൽ കൂടെയും അതിനെ വലിച്ചെറിഞ്ഞിട്ട് അവർക്ക് ഇഷ്ടമില്ലാത്ത മറ്റു തൊഴിലോ മറ്റെന്തെങ്കിലുമൊക്കെ കണ്ടെത്തി പോകുന്നതും ഇന്നിൻ്റെ സമൂഹത്തിൽ ധാരാളമായിരിക്കുന്ന ഒരു വസ്തുതയാണ്. സഹോദരങ്ങളെ, ഇന്ന് ഈ ദൈവവചനത്താൽ പ്രധാനപ്പെട്ട ഒരു 5-6 കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ്. ഞാൻ വളർന്നു വന്ന സമൂഹം, എൻ്റെ അസോസിയേഷൻസ്, എനിക്ക് നിഷേധിക്കപ്പെടുന്ന അവസരങ്ങൾ, ഇതൊക്കെ തീർച്ചയായിട്ടും എൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന മുള്ളുകളാണ്. ഇതിന് എന്നെ ഞെരുക്കി കളയുന്ന മുള്ളുകളാണ്. ഇതിനെയൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റുമെങ്കിൽ, ഈ മുള്ളുകൾക്ക് മുകളിൽ വളരാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 100% നമ്മളും ആ നല്ല നിലത്ത് വീണ വിത്തുകളെ പോലെ മികച്ച വ്യക്തികളായി തീരുമെന്നുള്ളതാണ്. ആ നല്ല നിലത്ത് വീണ വിത്തിന് എന്തുകൊണ്ട് 100 മേനി ഫലം കൊടുക്കാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് നല്ല പ്ലാറ്റ്ഫോം ഉണ്ടായിരുന്നു, നല്ല സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു, അതിൻ്റെ വളർച്ചയെ സ്വാധീനിക്കുന്ന നല്ല ഘടകങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പുറത്തെ മുള്ളിനിടയിൽ വീണതിനെ പലപ്പോഴും മുള്ളുകൾ ഞെരിച്ചു കളയുകയാണ്. ഇന്ന് ഈ ദൈവവചനത്താൽ പലരും അത്തരത്തിൽ ഞെരുങ്ങിപ്പോകുന്നവരായിട്ട് എനിക്ക് തോന്നുന്നു. അവർക്ക് ഇന്ന് ഈ ദൈവവചനത്താൽ ഒരു മുന്നേറ്റം, അവർക്ക് ആ മുള്ളുകൾക്ക് മുകളിൽ വളരാനുള്ള ഒരു ദൈവിക സാധ്യത ഈ ദൈവവചനത്താൽ ഉളവാകട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഒരു ഘട്ടം മാത്രമേ മുള്ളുകൾക്ക് നിങ്ങളെ ഞെരിച്ചു കളയാനായിട്ട് കഴിയത്തുള്ളൂ. മുള്ളുകൾ വളരുന്നതിനും ഒരു പരിധിയുണ്ട്. എന്നാൽ അതിൻ്റെയും മുകളിൽ വളർന്നു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ഇന്ന് നിങ്ങളെ ഞെരിക്കുന്ന ആ മുള്ളുകൾ, ഇന്ന് നിങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന, ആ വേദനിപ്പിക്കുന്ന, നിങ്ങളെ നോവിക്കുന്ന ആ വസ്തുതകൾക്ക് ഒരു പരിധി വരെ നിങ്ങളെ അങ്ങനെ ദ്രോഹിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അവറ്റകളും വളർന്നു വരാൻ ഒരു ഘട്ടമുണ്ട്. എന്നാൽ അതിന് മുകളിൽ വളരാൻ ഒരുത്തന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളും നല്ല നിലത്ത് വീണ ആ വിത്തുകളെ പോലെ നമുക്ക് ആ മുള്ളുകൾക്കിടയിൽ നിന്നുകൊണ്ട് 100 മേനി ഫലം കൊടുക്കാനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഇന്ന് ഈ ദൈവവചനത്താൽ ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഏറ്റവും വലിയ വസ്തുത.